നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ആരോഗ്യമുള്ളതാണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ വാലാത്തെന്ന് പറഞ്ഞ മീൻ ആദ്യമായിട്ട് തിന്നണം കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വാലാത്തിന് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ വലക്കാണ് നമുക്ക് അടുത്തത് കിട്ടിയത്. ഇതിന് ചെറുതാണ് നമുക്ക് വേറെ കിട്ടിയിട്ടുള്ളത്. കാരണം സ്ട്രോങ് ആണ്. കണ്ണൊക്കെ നോക്കിയാൽ ചോന്നിട്ട് എന്താ സാധനം. വലിയ മീൻ വാലാത്തിന് കിട്ടിയിരിക്കുകയാണ്. വലിയ വാലത്താ പൊളി സാധനം വാലത്തല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏനാമാവ് കിട്ടിൻ്റെ അവിടെയാണ്. ഇപ്പോൾ ശോഭിട്ട വിസിറ്റ് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളെ അടിപൊളി വാലാത്ത നോക്കി കിട്ടാ. അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോയി, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. വീട്ടിലും പാലാത്ത ചാക്കായിട്ട് പോയാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് പോയി. സഞ്ചി കൊടുത്ത മോശമായില്ലേ? ചാക്കായിട്ട് വരുന്നു. അത് കിട്ടും. പോയത് പോട്ടെ, ഞാൻ അതിനനുസരിച്ച് നോക്കിയിട്ട് കാര്യമില്ല. സാധനം രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ലേ? ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വാലാത്തിന് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ വലക്കാണ് നമുക്ക് അടുത്തത് കിട്ടിയത്. ഇതിന് ചെറുതാണ് നമുക്ക് വേറെ കിട്ടിയിട്ടുള്ളത്. കാരണം സ്ട്രോങ് ആണ്. കണ്ണൊക്കെ നോക്കിയാൽ ചോന്നിട്ട് എന്താ സാധനം അല്ലേ. നമ്മൾ ചുവക്കട്ട വീശാൻ പോയിട്ട് മീനൊക്കെ പിടിച്ച് വന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 12:30 1 മണിയാവാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ അത് റെഡിയാക്കാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുവക്കട്ട അവിടെ മീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒറ്റ സ്റ്റീലിലോട്ട് എത്തിയോ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയൊരു സാധനമാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി കൂടി ഇങ്ങനെ ചതയ്ക്കുക നന്നായി പേസ്റ്റ്. ഇത് മുളക് പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. ഇതൊരു 2 ടീസ്പൂണ്. 2 ടീസ്പൂണാണ് നേരത്തെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പോരാ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കൂടി ഇടണം. കാരണം നമുക്കത് വലിയ മീനാണ്. അപ്പോൾ അതിനുള്ള തികയില്ല. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിനിടുക.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കാവുന്ന രീതിയിലാണ് കുറച്ച് അത്യാവശ്യം നമുക്ക് അറിയാലോ. അതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ. ഇത് ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, അതിൽ കൂടെ ഇതും കൂടി മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ഇതൊക്കെ കൂടിയിട്ടുണ്ട്, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുക. നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ മസാല ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചേർക്കണം. ജിങ്കിളായിട്ട് കയറണം. ടേസ്റ്റ്. അടുത്തത് അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ. ചെറിയൊരു വറവിൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴക്കുന്നത് എളുപ്പമെന്ന് തോന്നുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മസാല നമുക്ക് ഇതിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് നേരം ഇത് അടച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ സംഭവം 1:30 രാത്രി ഇത് റെഡിയാക്കാനൊക്കെ. അപ്പോൾ നമ്മളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച സാധനം നേരെ ഫ്രിഡ്ജ് കൊണ്ട് വെച്ച് നേരെ എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ച സാധനം അത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അതിൻ്റെ കുറച്ച് ഒഴിക്കാം. ഇതൊന്നുമില്ല, മസാല പട്ടി മീൻ വറക്കണത് ഇതുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്ര മതിയാവൂലേ? ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റ് ചെയ്യുക. ഒരു സൈഡ് വിരിഞ്ഞിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. നന്നായി വിരിഞ്ഞിട്ടുണ്ടല്ലോ, മറിച്ചിടാം.
അത് ശോഭേട്ടൻ പിടിച്ച മീനാണ്. അപ്പോൾ നമ്മളിത് ആളെന്നെ എല്ലാതും റെഡിയാക്കി നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് വറുക്കുന്നുള്ളൂ. ആളാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞിട്ട് അയ്യോ നാരങ്ങക്ക് നീരൊന്നുമില്ല. കുരു മാത്രമല്ല ആ നീരില്ലാത്ത നാരങ്ങ ഇവിടെ നല്ല വെച്ച് നാരങ്ങ പോക്കണ്ടോ. ഓ നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ആരോഗ്യമില്ലാണ്ടാണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ വാലാത്തെന്ന് പറഞ്ഞ മീൻ ആദ്യമായിട്ട് തിന്നണം കേട്ടോ. ടേസ്റ്റ് കുറവുള്ള മീനാണ്. പക്ഷെ ഇത് ടേസ്റ്റ് കുറവുള്ള മീനാണ്. പക്ഷെ നമ്മൾ തലേദിവസം ഇത് കായം പരട്ടിയിട്ട് പറഞ്ഞാൽ മസാലയൊക്കെ പരട്ടിയിട്ട് വെച്ച കാരണം അത് പിറ്റേ ദിവസത്തെ നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് അത് പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശോഭേട്ടൻ കഴിക്കും. എന്നിട്ട് പൊളി അടിപൊളിയായിട്ടാ. നല്ല മസാല ഉപ്പൊക്കെ കഴിച്ചോക്കല്ലേ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബായ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.